എല്ലാവർക്കും വീണ്ടും എയിംസ് സ്റ്റഡി സെൻറ്ററിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ വി ബാലകൃഷ്ണൻ. ഇന്ന് നിങ്ങളോട് ഒരു പ്രത്യേക കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നു നിൽക്കുന്നത്. നമുക്ക് ആ കാര്യം എന്താണെന്ന് നമുക്ക് വേഗം ഒന്ന് പറഞ്ഞു പോകാം. നമുക്കറിയാം, ഈ അടുത്ത വർഷം മുതൽ, അതായത് 2025-26 മുതൽ കേരളത്തിൽ 4 വർഷ ഇൻ്റഗ്രേറ്റഡ് BEd പഠനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി കേരളത്തിൽ 3-4 സ്ഥാപനങ്ങളിൽ ഇൻ്റഗ്രേറ്റഡ് BEd ഡിഗ്രി പഠനം നിലവിലുണ്ട്. ഓക്കെ, പക്ഷേ അത്ര പോരാ. കേരളത്തിലെ എല്ലാ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും ഇത്തരം ഇൻ്റഗ്രേറ്റഡ് BEd പഠനം അതിനുള്ള അവസരം ഒരുക്കാനാണ് കേരള ഗവൺമെൻറ് തയ്യാറെടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ആശങ്കകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിൽ മാത്രമല്ല, രക്ഷിതാക്കൾക്കിടയിൽ പോലും ധാരാളം ആശങ്കകൾ ഇടയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ലേഖനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, കാരണം ഇത് എല്ലാവരുടെയും ഭാവിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും 2030 കഴിയുന്നതോടുകൂടി നമ്മുടെയൊക്കെ ഭാവി എന്താവും? പുതിയ വിദ്യാഭ്യാസ നയവും ഖാദർ കമ്മിറ്റിയുടെ പുതിയ ശുപാർശകളും നടപ്പിലാവുന്നതോടുകൂടി നിലവിലെ DLED, അതായത് പഴയ TTC, അതുപോലെ നിലവിലെ BEd, ഇൻ്റഗ്രേറ്റഡ് BEd അല്ല, നിലവിലെ 2 വർഷ BEd, 3 വർഷ ഡിഗ്രിയും 2 വർഷ BEdും ഉള്ള എടുത്ത ആൾക്കാരുടെ സ്ഥിതി എന്താകും 2030 വരെയും 30-ന് ശേഷവും? അപ്പോഴേക്കും നമ്മുടെ വിദ്യാഭ്യാസ രംഗവും നമ്മുടെ അപ്പോയിൻറ്റ് മേഖലയും നമ്മുടെ PSCയിലും എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നൊന്നും ഇപ്പോൾ പ്രവചിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ആശങ്കയിലാണ്. ആ ആശങ്കകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണ് എയിംസ് സ്റ്റഡി സെൻറ്റർ പാലക്കാട്. ഞാൻ ഡോക്ടർ വി ബാലകൃഷ്ണൻ. നോക്കാം, 4 വർഷ ഇൻ്റഗ്രേറ്റഡ് BEd. അടുത്ത LP-UP TTC BEdകാർ ആശങ്കയിലോ. കാരണം ഇങ്ങനൊരു പുതിയ വിദ്യാഭ്യാസ പരിഷ്കാരം അതെപ്പോഴും വരുമ്പോഴും അതിന് ഒരുപാട് പരിമിതികളുണ്ടാവും, ഒരുപാട് വെല്ലുവിളികളുണ്ടാവും. ഈ പരിമിതികളും വെല്ലുവിളികളും ഒപ്പം തന്നെ ധാരാളം സാധ്യതകളും ഉണ്ടാവും. അപ്പോൾ സാധ്യതകൾ എന്താണ്, പരിമിതികൾ എന്താണ്, വെല്ലുവിളികൾ എന്താണ് എന്ന് അന്വേഷിക്കുകയാണ്, എന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഞാൻ ഈ ലേഖനത്തിലൂടെ എയിംസ് സ്റ്റഡി സെൻറ്ററിലൂടെ നിങ്ങളിലേക്ക് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ഞാനതിൻ്റെ ഹെഡിങ് വായിക്കുകയാണ്. 4 വർഷ ഇൻ്റഗ്രേറ്റഡ് BEd അടുത്ത LP-UP, LPST, UPST, അതേപോലെ HST ഉള്ളവരും, പിന്നെ അതിനുവേണ്ടി പഠിക്കുന്നവരും, പിന്നെ TTC മനസ്സിലാക്കാൻ വേണ്ടി TTC എഴുതിയതാണ്. TTC എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഇല്ല, അതിൻ്റെ പേര് DLEd എന്നാണ്. അതേപോലെ BEdകാർ ആശങ്കയിലോ. നോക്കാം, ഇൻ്റഗ്രേറ്റഡ് BEd നടപ്പാക്കുന്നതിനെക്കുറിച്ച് പഠിതാക്കൾക്കിടയിലും ഉദ്യോഗാർത്ഥികൾക്കിടയിലും രക്ഷിതാക്കൾക്കിടയിലുള്ള ആശങ്കകൾ പലതാണ്. ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്ര വിദഗ്ധനും പരിശീലകനുമായ ഡോക്ടർ വി ബാലകൃഷ്ണൻ. ഇതിങ്ങനെ പറയാൻ കാരണം, ഇത് ഞാൻ എഴുതിയ ഒരു ലേഖനം അതേപടി കോപ്പി ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ലേഖനത്തിൽ വന്ന കാര്യമാണ് ഇങ്ങനെ, അതുകൊണ്ട് അത് എഴുതിയതേ ഉള്ളൂ. നോക്കാം, 4 വർഷം കൊണ്ട് BA, BSCയും BCOMും. ഇപ്പം 3 വർഷം കൊണ്ടാണ് BA, BSc, BCom കിട്ടുന്നത്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാണ് BEd ഡിഗ്രി കിട്ടുന്നത്. അതായത് 5 വർഷം നിങ്ങൾ ഇതിനു വേണ്ടി ചെലവാക്കേണ്ടി വരും ആസ് ഓഫ് നൗ, ഇന്നത്തെ സ്ഥിതി വെച്ച്. പക്ഷേ പുതിയ സമ്പ്രദായം നിലവിൽ വരുമ്പോൾ അത് 2025-26 അധ്യയന വർഷം മുതൽ
കൊണ്ടുവരും എന്നാണ് കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി കഴിഞ്ഞത്. ഇനി അത് അടുത്ത കൊല്ലം നിലവിൽ വരികയാണെങ്കിൽ പിന്നെന്താ സംഭവിക്കുന്നത്? 4 വർഷം കൊണ്ട് BA ഡിഗ്രിയോ BSc ഡിഗ്രിയോ BCom ഡിഗ്രിയോ ഒപ്പം B.Ed കൂടി ലഭിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ITEP നടപ്പിലാക്കാൻ വൈകിയാണെങ്കിലും കേരളവും തയ്യാറാവുകയാണ്. എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ തന്നെ എല്ലാ കേന്ദ്ര സർവകലാശാലയിലും പിന്നെ മിക്കവാറും എല്ലാ കൽപ്പിത സർവകലാശാലകളിലും പിന്നെ ചില കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പിന്നെ 1-2 പ്രൈവറ്റ് സർവകലാശാലകളിലും ഒക്കെ ഈ കോഴ്സ് ഇപ്പോൾ നിലവിലുണ്ട്. അത് കേരളത്തിൽ എവിടെയൊക്കെയാണ് ആ കോഴ്സ് ഉള്ളത് എന്ന് ഞാൻ ഇതിൻ്റെ വഴിയെ പറയും. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, വളരെ പരിമിതമായ കോളേജുകളിൽ മാത്രമേ, വിരലിൽ എണ്ണാവുന്ന കോളേജുകളിൽ 4 കോളേജുകളിൽ മാത്രമേ കേരളത്തിൽ ഇപ്പോൾ ഈ സൗകര്യം ലഭ്യമായിട്ടുള്ളൂ. അതായത് ഇപ്പോഴത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ആർട്സ് വിഷയങ്ങളും സയൻസ് വിഷയങ്ങളും കൊമേഴ്സ് വിഷയങ്ങളും മാത്രം ഡിഗ്രി നൽകുന്നു. പിന്നെ B.Ed കോളേജുകൾ, DLED കോളേജുകൾ അവരുടെ വിഷയത്തിൽ വിദ്യാഭ്യാസത്തിൽ മാത്രം ഡിഗ്രി നൽകുന്നു. ഒരു കാര്യം കൂടി ഓർക്കുക, DLED കോഴ്സ് അഥവാ പഴയ TTC കോഴ്സ് അടുത്ത വർഷത്തോടു കൂടി പൂർണ്ണമായും ഇല്ലാതാവുകയാണ് കേരളത്തിൽ. സോ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. DLED അഥവാ പഴയ TTC കോഴ്സ് 2025-26 ഇപ്പോൾ പഠിക്കുന്നതൊക്കെ അത് 25-26 ആ കോഴ്സ് ഇല്ലാതാവുകയാണ്. പകരം B.Ed മാത്രമേ ഉണ്ടാവൂ. എന്തുകൊണ്ട് B.Ed എന്ന് വെച്ചാൽ ഈ DLED അഥവാ TTC കോഴ്സുകൾക്ക് യാതൊരു ജോലി സാധ്യതയും ഈ കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ തന്നെ കേരളത്തിന് പുറത്ത് GCC രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലോ TTC പഠിപ്പിക്കാനുള്ള ഒരു യോഗ്യതയായി കണക്കാക്കപ്പെടുന്നതേയില്ല. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഈ DLED കോഴ്സുകൾ അഥവാ പഴയ TTC കോഴ്സുകൾ 2025-26 അധ്യയന വർഷത്തോടു കൂടി we are going to totally abolish the course. Then only the remaining course is B.Ed degree. ആ B.Ed ഡിഗ്രിക്ക് തന്നെ ധാരാളം പരിമിതികളുണ്ട്. ആ പരിമിതികൾ 2030 നമ്മൾ തീർത്തെടുക്കേണ്ടതായി വരും. അല്ലെങ്കിൽ ഓരോ വിദ്യാർത്ഥിയുടെയും ഭാവി ആശങ്കയിലാവും എന്ന് ഞാൻ മുൻകൂട്ടി പറയുകയാണ്. ഇനി ഞാനത് വ്യക്തമാക്കി തരാം എങ്ങനെയാണ് എന്ന്. 4 വർഷം കൊണ്ട് BA, BScയും BComഉം ഒപ്പം B.Edഉം ലഭിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടപ്പാക്കാൻ വൈകിയാണെങ്കിലും കേരളവും തയ്യാറാവുകയാണ്. വൈകിയാണെങ്കിലും എന്ന് വെച്ചാൽ ഭൂരിഭാഗം സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർവകലാശാലകളും പിന്നെ കൽപ്പിത സർവകലാശാലകളും കേന്ദ്ര സാങ്കേതിക ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും IIM, IIT, NIT പോലുള്ള സ്ഥാപനങ്ങളും ഈ കോഴ്സ് നടപ്പിലാക്കി കഴിഞ്ഞു. ഓക്കെ. പിന്നെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന എയ്ഡഡ് കോളേജുകളിൽ ഇപ്പോഴും ഈ കോഴ്സ് എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും ഖേദകരമായ സത്യം. ഓക്കെ. അപ്പോൾ തയ്യാറെടുത്ത് കഴിഞ്ഞു. നിലവിലെ ബിരുദ പഠനത്തോടൊപ്പം B.Ed കൂടി സംയോജിപ്പിച്ചിട്ടുള്ള ഇരട്ട ബിരുദ പ്രോഗ്രാം ആണിത്. ഇത് ഒരു ഡബിൾ ഡിഗ്രി പ്രോഗ്രാമാണ്. 4 വർഷത്തിനുള്ളിൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് 2 ഡിഗ്രീസ്. ഒന്ന്, നിങ്ങളുടെ ഐച്ഛിക വിഷയമായി നിങ്ങളെടുത്തത് BA എക്കണോമിക്സ് ആണെങ്കിൽ BA എക്കണോമിക്സിൽ നിങ്ങൾക്ക് ബിരുദം, അല്ലെങ്കിൽ BSc കെമിസ്ട്രി ആണെങ്കിൽ അതിൽ ബിരുദം, BComലാണെങ്കിൽ വിവിധ സ്ട്രീമുകൾ BComലുണ്ട്. BCom വിത്ത് കോർപ്പറേഷൻ, BCom വിത്ത് ടാക്സേഷൻ, അങ്ങനെ പല മേഖലകളുണ്ട്. അതിൽ നിങ്ങൾക്ക് BCom ഡിഗ്രിയും ഒപ്പം അതിൻ്റെ കൂടെ അധ്യാപക യോഗ്യതക്കുള്ള B.Ed ഡിഗ്രിയും ഒരുമിച്ച് ലഭിക്കാൻ പോവുകയാണ്. അപ്പം അതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ, ഇപ്പോൾ നിങ്ങൾ ആദ്യം ഡിഗ്രി കോഴ്സിന് ഒരു കോളേജിൽ പ്രവേശനം നേടണം. അത് +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. പിന്നീട് ഡിഗ്രി ലഭിച്ചതിന് ശേഷം ഒരു B.Ed കോളേജുകളിൽ
കോളേജിൽ 2 വർഷ കോഴ്സിന് പോകണം. അത് നിങ്ങളുടെ ഡിഗ്രി മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അത് പക്ഷെ വേറെ ഏതെങ്കിലും കോളേജുകളായിരിക്കണം. ഇങ്ങനെ കോളേജുകളിലുണ്ടാവുന്ന ഒരു അനിശ്ചിതത്വം ആദ്യമേ ഉണ്ട്. ആ അനിശ്ചിതത്വം ഈ പഠനം തുടങ്ങുന്നതോടുകൂടി മാറിക്കിട്ടും. അതായത് ഡിഗ്രിയും പിന്നെ ബിരുദവും, വിദ്യാഭ്യാസത്തിലുള്ള ബിരുദവും നിങ്ങൾക്ക് ഒറ്റ കോളേജുകളിൽ 4 വർഷം പഠനം കൊണ്ട് നേടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, ഇത് ഒരു ഇരട്ട ഡിഗ്രി പ്രോഗ്രാം ആണ്, ഇരട്ട ബിരുദ പ്രോഗ്രാം ആണ് എന്ന് മനസ്സിലാക്കുക. അതായത് പഠിതാക്കൾക്ക് അവരുടെ ഐച്ഛിക വിഷയത്തിലും വിദ്യാഭ്യാസ പഠനത്തിലും ഒറ്റ കോഴ്സ് കൊണ്ട് 2 ബിരുദം സമ്പാദിക്കാം. 2025-26 അധ്യയന വർഷത്തോടെ കേരളത്തിലെ എല്ലാ സർക്കാർ എയ്ഡഡ് സ്വകാര്യ കോളേജുകളിലും ഇത്തരം കോഴ്സുകൾ തുടങ്ങാനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത്. അതായത് നമ്മുടെ കേരള സർക്കാർ ഇപ്പം തീരുമാനമെടുത്തിരിക്കുന്നത് അടുത്ത വർഷത്തോടുകൂടി എല്ലാ കോളേജുകളിലും, ഇപ്പം നിലവിലുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെല്ലാം ഈ ഇരട്ട ബിരുദ പ്രോഗ്രാം, അതായത് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടപ്പിലാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. 2020 ജൂലൈ 29 കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച പുതിയ ദേശീയ വിദ്യാഭ്യാസ നയമാണ്, അതായത് NEP 2020. അതായത് ജൂലൈ 29, 2020 മാസം ജൂലൈ 29 കേന്ദ്ര ക്യാബിനറ്റ് അംഗീകരിച്ച പുതിയ വിദ്യാഭ്യാസ നയം, അതായത് ഇന്ത്യയുടെ 3ാമത്തെ വിദ്യാഭ്യാസ നയമാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 2020. ഈ നയമാണ് 4 വർഷ ഇൻ്റഗ്രേറ്റഡ് പഠനം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇത് പ്രകാരം കോഴ്സിൻ്റെ ഘടന, കരിക്കുലം, നടത്തിപ്പ് എന്നിവയെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ പുറത്തിറക്കി. ഇന്ത്യയിൽ അധ്യാപക വിദ്യാഭ്യാസത്തിൻ്റെ ഘടനയും കരിക്കുലവും അതിൻ്റെ നടത്തിപ്പും അതിൻ്റെ മാർഗനിർദ്ദേശങ്ങളും ഗുണമേന്മയുടെ മാർഗനിർദ്ദേശങ്ങളും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനമാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 2020 ഈ നയമനുസരിച്ചുകൊണ്ട് NCTE 4 വർഷ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി പഠനത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കഴിഞ്ഞു. രാജ്യത്തെ എല്ലാ കേന്ദ്ര സർവകലാശാലകളും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മിക്കവാറും കൽപ്പിത സർവകലാശാലകളും ഡീംഡ് യൂണിവേഴ്സിറ്റിയിലും ഭൂരിഭാഗം സംസ്ഥാന സർക്കാരുകളും 28 സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗം സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാങ്കേതിക സ്ഥാപനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NIT ഉണ്ട്, അതുപോലെ IIT ഉണ്ട്, പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് തുടങ്ങിയ സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയൊക്കെ പിന്നെ കൽപ്പിത സർവകലാശാലകൾ, പിന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സർവകലാശാലകൾ, അതായത് കേരളത്തിലുള്ളത് കാസർഗോഡാണ്. ഇവിടെയൊക്കെ ഈ കോഴ്സ് നടപ്പിലാക്കി കഴിഞ്ഞു. പിന്നെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും നടപ്പാക്കി 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട്. എന്നാൽ കേരളം ഏറെ വൈകിയാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തതെങ്കിലും, കേരള ഈസ് ടു ലേറ്റ് എങ്കിലും അടുത്ത അധ്യയന വർഷം മുതൽ നമ്മുടെ സംസ്ഥാനത്തിലും ഈ കോഴ്സ് ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി കഴിഞ്ഞു. ഓക്കെ, ഇതുവരെ നിങ്ങൾ ആലോചിക്കേണ്ടത് DLED അതേപോലെ തന്നെ B.Ed തുടങ്ങിയ കോഴ്സുകൾ നടത്തുന്നത് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്, ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്. ഇനി ആർട്സ് ആൻഡ് സയൻസ് വിഷയങ്ങളോടൊപ്പം 4 വർഷ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി പഠനം കൂടി ആരംഭിക്കുമ്പോൾ ഈ
കാര്യം മുഴുവനും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കീഴിലേക്ക് പോകും, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അടുത്ത വർഷം മുതൽ കേരളത്തിൽ ഈ കോഴ്സ് ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ കോഴ്സ് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിക്കുക, ഇൻ്റഗ്രേറ്റഡ് BEd 4 വർഷ കോഴ്സാണ്. ആകെ 8 സെമസ്റ്ററുകൾ ഇതിലുണ്ടാവും. 4 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട കാലാവധിയുള്ള കോഴ്സാണ്. അതിന് 8 സെമസ്റ്റർ ഉണ്ടാവും. കോഴ്സ് പൂർത്തിയാക്കാൻ പക്ഷെ നിങ്ങൾക്ക് 6 വർഷം വരെ സമയം കിട്ടും. നിങ്ങൾ വിചാരിക്കും സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാനുള്ളത് കൊണ്ടായിരിക്കും, ഏതെങ്കിലും വിഷയം തോറ്റുപോയാൽ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ 2 വർഷം അധിക സമയം നൽകിയത് എന്ന്. എന്നാൽ അങ്ങനെയല്ല. ഈ 4 വർഷ കോഴ്സ് പൂർത്തിയാക്കാൻ 6 വർഷ സമയം അനുവദിക്കുന്നതിൻ്റെ പിന്നിൽ വേറൊരു കേന്ദ്ര നയത്തിലെ നിർദ്ദേശങ്ങളുണ്ട്. മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് മൾട്ടിപ്പിൾ എക്സിറ്റ്. അതായത് നിങ്ങൾക്ക് 4 വർഷ കോഴ്സ് 2 വർഷം കൊണ്ട് കഴിഞ്ഞാൽ അവിടെ വെച്ച് പഠനം അവസാനിപ്പിച്ചുകൊണ്ട് ഇപ്പം താൽക്കാലികമായി ഒരു ജോലി കിട്ടുകയാണെങ്കിൽ, 1 വർഷത്തെ ജോലി കിട്ടുകയാണെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് സ്വീകരിക്കാം, അവിടെ 1 വർഷം ജോലി ചെയ്യാം, തിരിച്ച് ഈ കോളേജിൽ വന്ന് ഇതേ പഠനം എവിടെ വെച്ചാണോ അവസാനിപ്പിച്ചത് അവിടെ വെച്ച് നിങ്ങൾക്ക് പുനരാരംഭിക്കാം. അങ്ങനെ പുനരാരംഭിക്കുമ്പോൾ നിങ്ങൾ അതേ കോളേജിൽ തന്നെ ചേർന്ന് പഠിക്കണമെന്നില്ല. അതല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള വേറെ ഏതെങ്കിലും കോളേജുകളിലാവാം, അതുമല്ലെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റിയിലാവാം, ഇതുവരെ പഠിച്ച യൂണിവേഴ്സിറ്റിയിലല്ലാതെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്കാവാം. ഇങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥ, സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഈ കോഴ്സിൽ കൂടി കിട്ടുന്നുണ്ട്. ഇനി ഇടയ്ക്ക് വെച്ച് നിങ്ങൾ പഠനം പൂർണ്ണമായും നിർത്തിപ്പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഡിഗ്രി, അതേപോലെ തന്നെ ഡിപ്ലോമ ഡിഗ്രി, പിന്നെ ഡിഗ്രി, പിന്നെ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി, ഇങ്ങനെ 4 ഡിഗ്രികൾ കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് 3 വർഷത്തെ ബിരുദ കോഴ്സ് നിങ്ങൾ പൂർത്തിയാക്കാതെ 3 വർഷവും കഴിഞ്ഞ് പരീക്ഷ എഴുതാതെ പുറത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒന്നും കിട്ടില്ല, ഒരു സാധാരണ കടലാസ് പോലും കിട്ടില്ല. എന്നാൽ പുതിയ കോഴ്സ് പ്രകാരം ഈ 4 വർഷ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി, ഇതിനായാലും 4 വർഷ ഹോണേഴ്സ് ഡിഗ്രി എന്ന് പറയുന്ന വേറൊരു കോഴ്സുണ്ട്, അതിനായാലും, അതിൽ പക്ഷെ BEd ഇല്ല കേട്ടോ, അതിനായാലും നിങ്ങൾക്ക് എന്താണ്, 1 വർഷം പൂർത്തിയാക്കി പഠനം ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഡിഗ്രി കിട്ടും. 2 വർഷം കഴിഞ്ഞ് പഠനം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഡിപ്ലോമ ഡിഗ്രി കിട്ടും. 3 വർഷം പൂർത്തിയാക്കുകയാണെങ്കിൽ സാധാരണ ബിരുദം കിട്ടും. 4 വർഷവും പൂർത്തിയാക്കുകയാണെങ്കിൽ ഇതിന് 6 വർഷം വരെ സമയമെടുക്കാം. 3 വർഷം പൂർത്തിയാക്കുകയാണെങ്കിൽ ഡിഗ്രിയും 4ാമത്തെ വർഷം ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രിയും ലഭിക്കുന്നു എന്നൊരു സ്വാതന്ത്ര്യം എന്ന ഒരു അയഞ്ഞ സാഹചര്യം ഈ കോഴ്സിനുണ്ട്. അത് വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണം ചെയ്യും. അപ്പം ഞാൻ വായിക്കുകയാണ്. ഇൻ്റഗ്രേറ്റഡ് BEd 4 വർഷ കോഴ്സാണ്. ആകെ 8 സെമസ്റ്ററുകൾ. കോഴ്സ് പൂർത്തിയാക്കാൻ 6 വർഷം വരെ സമയമെടുക്കാം. കാരണം നിങ്ങൾ 2 വർഷം കഴിഞ്ഞു പൂർത്തിയാക്കി, പിന്നെ സപ്പോസ് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു, നിങ്ങൾ പുറത്തു പോയി, 1 വർഷത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം കിട്ടിയില്ല, പിന്നീട് പഠിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഇതേ കോഴ്സിന് തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതുവരെ കിട്ടിയ മാർക്ക് എന്നല്ല അതിന് പറയാം, ക്രെഡിറ്റ് എന്നാണ്, ക്രെഡിറ്റ് പോയിൻ്റ്. കാരണം ഇത് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റമാണ്. ഈ ക്രെഡിറ്റ് ഒരു ബാങ്കിൽ സൂക്ഷിക്കും, ഒരു വിർച്വൽ ബാങ്കിൽ. അതിന് പുതിയ വിദ്യാഭ്യാസ നയം പറയുന്നത് അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്നാണ്. പക്ഷെ കേരളത്തിൽ അത് മാറ്റിയിട്ട് കെയറീപ്പ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വഴിയെ ഈ ലേഖനത്തിൽ പറയും. ഓക്കെ, അപ്പോൾ കോഴ്സ് പൂർത്തിയാക്കാൻ 6 വർഷം വരെ സമയം ലഭിക്കും. ഇതിനിടയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? വെറുതെ കോഴ്സ് ക്ലാസ്സിലിരുന്ന് അറ്റൻഡ് ചെയ്താൽ പോരാ, ഫീൽഡ് അനുഭവം, ടീച്ചിങ് പ്രാക്ടീസ്, പ്രോജക്റ്റ്, അസൈൻമെൻറ്റ് എന്നിങ്ങനെ ബഹുവിധമായ മൂല്യനിർണ്ണയന ഉപാധികളും വെച്ചാണ് ഒരു പഠിതാവിനെ വിലയിരുത്തുന്നത്. പഠിതാക്കൾക്ക് അവരുടെ ഐച്ഛിക വിഷയത്തോടൊപ്പം BA എക്കണോമിക്സ് വിദ്യാഭ്യാസം
അതിൽ തന്നെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം, പഠനബോധന തന്ത്രങ്ങൾ തുടങ്ങിയവ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമഗ്ര പാഠ്യപദ്ധതിയാണ് ഇതിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള, ഉദ്ഗ്രഥിച്ചുകൊണ്ടുള്ള കോഴ്സാണ്. എങ്ങനെയാണ് ഈ കോഴ്സിനെ പഠിപ്പിക്കുന്ന രീതി എന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. നോക്കൂ, വിവിധ വിഷയമേഖലകൾ സംയോജിപ്പിച്ച് പഠിപ്പിക്കുക. മനസ്സിലായില്ലേ? ഇപ്പം ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം കൂടി ചേർത്ത് സാമൂഹ്യശാസ്ത്രം എന്ന രീതി പഠിപ്പിക്കുക. അതാണ് ഫ്യൂഷൻ എന്ന് വെച്ചാൽ ഉള്ള അർത്ഥം. മറ്റൊന്ന് വിഷയമേഖലകൾ, മറ്റൊന്ന് വിഷയത്തിനകത്തുള്ള ഒന്നിപ്പിക്കൽ, ഇൻ്റഗ്രേഷൻ വിത്തിൻ ദ സബ്ജക്റ്റ്. പിന്നൊന്ന് വ്യത്യസ്ത വിഷയങ്ങളായി പഠിപ്പിക്കുക. ഒരു വിഷയത്തെ തന്നെ വ്യത്യസ്ത ആംഗിളിൽ കൂടി പഠിപ്പിക്കുക, മൾട്ടി ഡിസിപ്ലിനറി. അതേപോലെ വിഷയങ്ങൾ പരസ്പര ബന്ധിതമായി അവതരിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വിഷയാതീത ഉദ്ഗ്രഥനം, ട്രാൻസ് ഡിസിപ്ലിനറി ഇൻ്റഗ്രേഷൻ എന്നീ സാധ്യതകൾ ഉൾക്കൊള്ളിച്ചുള്ള ഒരു ബ്ലെൻഡഡ് കോഴ്സായിട്ടാണ് 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ്, ഇൻ്റഗ്രേറ്റഡ് ബിരുദ പഠനം വിഭാവനം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് നമ്മുടെ ഒരു പരസ്യം മാത്രമാണ്. LP UP അടുത്ത ബാച്ചിൻ്റെ അഡ്മിഷൻ 2026 PSC കോഴ്ഫോർ ചെയ്യും. നോട്ടിഫിക്കേഷൻ 27 പരീക്ഷ നടക്കും. അപ്പോൾ ആ കോഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ലോങ് ടേം കോഴ്സ് നമ്മുടെ എയിംസ് പാലക്കാട് സെൻറ്ററിൽ ആരംഭിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ആഡാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ അടുത്ത 2027 നടക്കാൻ വേണ്ടി പോകുന്ന LPST UPST, ചുരുക്കത്തിൽ നമ്മൾ LP UP എന്ന് പറയും. ഈ LP UPക്കുള്ള ഒരു ഫൗണ്ടേഷൻ ബാച്ചും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ചേരാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ 9446537080 എന്ന് പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, പെഡഗോഗി, ലേണിംഗ് തിയറീസ്, ബോധന സിദ്ധാന്തങ്ങൾ, അതേപോലെ തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എടുക്കുന്നത് ഞാനായിരിക്കും. എൻ്റെ പേര് ഡോക്ടർ V ബാലകൃഷ്ണൻ. നിങ്ങൾക്ക് ഒരുപക്ഷെ എൻ്റെ പേര് അറിഞ്ഞു കാണും. ഇനി നൗ ടു ദ പോയിന്റ്. എങ്ങനെയാണ് ഈ 4 വർഷ ഡിഗ്രി, ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സിലേക്കുള്ള പ്രവേശനം എന്ന് നോക്കാം. നിലവിലെ രീതിയിൽ ബിരുദ പഠനത്തിന് അർഹത നേടുന്നത് ഹയർ സെക്കൻഡറിക്ക് ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെല്ലാവർക്കും അറിയാം. അങ്ങനെയെങ്കിൽ 4 വർഷ ഇൻ്റഗ്രേറ്റഡ് BEd പഠനത്തിന് ഹയർ സെക്കൻഡറിയിൽ 50% മാർക്കാണ് അടിസ്ഥാന യോഗ്യതയായി വെച്ചിട്ടുള്ളത്. ഇത് പക്ഷേ അടിസ്ഥാന യോഗ്യത മാത്രമാണ്. എന്നാൽ പ്രവേശനം അങ്ങനെയല്ല. പ്രവേശനം മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല. പിന്നെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം? ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രവേശന പരീക്ഷ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA, ഇപ്പോൾ UGCയുടെ നെറ്റ് എക്സാമിനേഷൻ, അതേപോലെ തന്നെ മെഡിസിൻ്റെ നീറ്റ് എക്സാമിനേഷൻ, ഇവയൊക്കെ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ഒരു പ്രവേശന പരീക്ഷയുടെ, ഒരു അഭിരുചി പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും, അതിൽ ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും 4 വർഷ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രിയിലേക്കുള്ള പ്രവേശനം നടക്കുക. അല്ലാതെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല. നേരത്തെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഡിഗ്രി പ്രവേശനം, ഡിഗ്രി മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു BEd പ്രവേശനമെങ്കിൽ ഇത് രണ്ടും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഈ കോഴ്സിൽ പ്രവേശനം നടക്കുന്നത് +2 അടിസ്ഥാന യോഗ്യത, എന്നാൽ +2വിന് ശേഷം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നാഷണൽ ലെവൽ എൻട്രൻസ് ടെസ്റ്റ്, അഭിരുചി പരീക്ഷ അല്ലെങ്കിൽ പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കും നടത്തുക. നോക്കാം. ഇനി പലരും NTA കുറിച്ചൊക്കെ വളരെ സംശയങ്ങൾ അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ട്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെക്കുറിച്ച് പരീക്ഷ ചോദ്യപേപ്പർ, നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതും മറ്റും, അതൊന്നും കാര്യമാക്കണ്ട. ഇപ്പം കേരളത്തിൽ തന്നെ ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതായിട്ട് കേരള വിദ്യാഭ്യാസ മന്ത്രി തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. നോക്കുക,
ഇപ്പോൾ ഈ കോഴ്സ് നടത്തുന്ന കേന്ദ്ര സർവകലാശാലകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, അതായത് ഞാൻ പറഞ്ഞത് NIT, ITI, IIM തുടങ്ങിയ സ്ഥാപനങ്ങളും കൽപ്പിത സർവകലാശാലകളും ഡീംഡ് യൂണിവേഴ്സിറ്റീസും, പിന്നെ സംസ്ഥാന സർവകലാശാലകൾ, ഇതര സംസ്ഥാന സർവകലാശാലകളും എല്ലാം ഈ രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതായത് പ്രവേശനത്തിന് NTA നടത്തുന്ന എൻട്രൻസ് രീതിയാണ് ഈ സ്ഥാപനങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ കേരളത്തിൻ്റെ നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അതായത് NTA നടത്തുന്ന എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയാണോ അതോ സ്വന്തം നിലയ്ക്ക് കേരളം പ്രവേശന പരീക്ഷ നടത്തുമോ എന്ന കാര്യത്തിൽ ഒരു നിലപാടും ഒരു തീരുമാനവും കേരളം ഇപ്പോഴും എടുത്തിട്ടില്ല എന്നുള്ളതാണ് വളരെ വളരെ ഖേദകരമായ വസ്തുത. അടുത്തത്, ഈ ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം നമുക്കറിയാം 4 തട്ടിലുള്ള BEd ആണ് ഇപ്പം നിലവിലുള്ളത്. 4 തരം BEd. ഒന്ന് പ്രീ പ്രൈമറി ക്ലാസ്സിൽ പഠിപ്പിക്കാൻ, അതായത് 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ പ്രീ പ്രൈമറി ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ഫൗണ്ടേഷൻ BEd. പിന്നെ 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ പ്രിപ്പറേറ്ററി BEd. പിന്നെ 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെ ഉള്ള കുട്ടികളെ പഠിപ്പിക്കാൻ, 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറെടുപ്പ് BEd അഥവാ മിഡിൽ BEd. ഇനി അവസാന ഘട്ടം 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെ +2 വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ സെക്കൻഡറി BEd. ഇങ്ങനെ 4 BEdകളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 2030 ഈ നയം ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ബാധകമാവും എന്നാണ് നാം ഇതുവരെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഇനി നോക്കാം ഏത് ഐച്ഛിക വിഷയമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്ന്, അല്ലെങ്കിൽ ഏത് BEd ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം BA എക്കണോമിക്സ് ആണ്, പക്ഷെ പ്രിപ്പറേറ്ററി BEd ആണ്. BA എക്കണോമിക്സ് ആണ്, പക്ഷെ മിഡിൽ BEd ആണ്. അങ്ങനെ ഏത് BEd ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നും ഏത് ഐച്ഛിക വിഷയമാണ് തിരഞ്ഞെടുക്കുന്നത് എന്നും പ്രവേശന സമയത്ത് തന്നെ നിങ്ങൾ അറിയിക്കണം. വേണമെങ്കിൽ ഇതിൽ മാറ്റം വരുത്താൻ 1 മാസത്തെ സമയം കൂടി അനുവദിക്കും. പിന്നെ ഒരു BEd എടുത്ത ആൾക്ക് മറ്റൊരു BEd കൂടി എടുക്കണം എന്ന് തോന്നിയാൽ, അതായത് ഫൗണ്ടേഷൻ BEd തിരഞ്ഞെടുത്ത വിദ്യാർത്ഥിക്ക് പിന്നീട് പ്രിപ്പറേറ്ററി BEd കൂടി വേണമെങ്കിൽ പിന്നെ ഒരു ചെറിയ ബ്രിഡ്ജ് കോഴ്സ് പാസ്സായാൽ മാത്രം മതി. ബ്രിഡ്ജ് കോഴ്സ് പാസ്സായാൽ മതി. അതുപോലെ മിഡിൽ BEd എടുത്ത ഒരു വിദ്യാർത്ഥിക്ക് സെക്കൻഡറി BEd ഓപ്റ്റ് ചെയ്യണമെങ്കിൽ മിഡിൽ BEdന് ശേഷം വേറെ തന്നെ പഠിക്കേണ്ട കാര്യമില്ല. മറ്റൊരു ബ്രിഡ്ജ് കോഴ്സ് പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് സെക്കൻഡറി BEdും ലഭിക്കും. ഓക്കെ. ഇനി നമുക്ക് പക്ഷെ എങ്കിലും ഇതും കേരളം ഏത് രീതിയിൽ നടപ്പിലാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. കേരളത്തിൻ്റെ കാര്യത്തിൽ എല്ലാം അനിശ്ചിതത്വത്തിലാണ്. ഇനി നോക്കൂ, ഇത് എയിം സ്റ്റഡി സെൻറ്ററിൻ്റെ കേട്ടറ്റ് പരീക്ഷയ്ക്കുള്ള ഒരു ചെറിയ പരിശീലനം, ചെറുതല്ല വലിയ രീതിയിലുള്ള പരിശീലനം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സ്ലൈഡാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സൈക്കോളജി, പെഡഗോഗി അതുപോലുള്ള വിഷയങ്ങൾ എടുക്കുന്നത് ഞാനായിരിക്കും. ബാക്കിയുള്ള അധ്യാപകരും കൂടെ ഉണ്ടാവും. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ഗുണവശങ്ങളിലേക്ക് വരാം. അതായത് 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രിയുടെ ഗുണവശങ്ങൾ എന്താണ്, മെറിറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇപ്പോഴത്തെ നിലയിൽ 3 വർഷം ബിരുദം കഴിഞ്ഞ് 2 വർഷം BEd പഠിക്കേണ്ട സ്ഥലത്ത്, അതായത് 5 വർഷമെടുത്ത് ഒരു BEd കരസ്ഥമാക്കേണ്ട സമയത്ത് 4 വർഷം കൊണ്ട് ഇൻ്റഗ്രേറ്റഡ് കോഴ്സിൽ കൂടി നിങ്ങൾക്ക് ഒരേ സമയം നിങ്ങളുടെ ഐച്ഛിക വിഷയത്തിൽ ബിരുദവും കിട്ടും, വിദ്യാഭ്യാസത്തിൽ ബിരുദവും കിട്ടും.
അപ്പോൾ 5 വർഷം നേരത്തെ ചിലവാക്കിയിരിക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്ക് കേവലം 4 വർഷം ചിലവാക്കിയാൽ മതി, അതും 1 വർഷം ലാഭം കിട്ടും. അപ്പോൾ 1 വർഷം മുമ്പേ തന്നെ നിങ്ങൾ അധ്യാപകരാകാനുള്ള യോഗ്യത നേടുന്നു, അല്ലെങ്കിൽ കേട്ടറ്റ് സീറ്ററ്റ് പരീക്ഷ എഴുതാനുള്ള യോഗ്യത നേടുന്നു എന്ന് വരുന്നതോടുകൂടി മറ്റുദ്യോഗാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി 1 വർഷം മുമ്പേ തന്നെ നിങ്ങൾക്ക് ജോലി സാധ്യതയും ഉണ്ടാവുന്നു എന്നതാണ് ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, പിന്നെ 4 വർഷം BEdന് ചേരുമ്പോൾ തന്നെ തിരഞ്ഞെടുത്ത ഐച്ഛിക വിഷയം അടിസ്ഥാനമാക്കിയുള്ള തൊഴിൽ സാധ്യത വേറെയും. അപ്പം നിങ്ങൾ BA എക്കണോമിക്സ് വിത്ത് BEd ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ LP UP ക്ലാസ്സുകളിൽ BEd പഠിപ്പിക്കാനുള്ള അധ്യാപകരാകാനുള്ള യോഗ്യതയും കിട്ടും. ഒപ്പം നിങ്ങളെടുത്ത ഐച്ഛിക വിഷയത്തിൽ നിങ്ങൾക്ക് മാസ്റ്റർ ബിരുദെടുക്കാനുള്ള യോഗ്യതയും കിട്ടും. ഇത് 4 വർഷ കോഴ്സായതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം മാസ്റ്റർ ഡിഗ്രി 2 വർഷമാണെങ്കിൽ ഈ കോഴ്സ് കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് മാസ്റ്റർ ഡിഗ്രിയുടെ 2ാം വർഷത്തിലേക്ക് ലാറ്ററലായിട്ട് പ്രവേശിക്കാം. 1ാം വർഷം പഠിക്കേണ്ട കാര്യമില്ല. MA സെക്കൻഡ് ഇയറിലേക്ക് നേരിട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ MSc സെക്കൻഡ് ഇയറിലേക്ക് നേരിട്ട് ജോയിൻ ചെയ്യാം ഇഫ് യു പാസ്ഡ് ദിസ് കോഴ്സ്. ഇനി ഇതിൻ്റെ പരിമിതികൾ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കാം. പരിമിതികളാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ. അത് നോക്കാം എന്തൊക്കെയാണെന്ന്. നിലവിൽ കേരളത്തിൽ 4 സ്ഥാപനങ്ങളിൽ മാത്രമേ ഈ കോഴ്സ് ലഭ്യമായിട്ടുള്ളൂ. നിലവിൽ എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്ന ദിവസം വരെ, ഈ മിനിറ്റ് വരെ, ഇപ്പം 4:10 സമയം, 4:10 വരെ 4 കോളേജുകളിൽ മാത്രമേ കേരളത്തിൽ ഈ കോഴ്സ് ഉള്ളൂ. അത് ഞാൻ വേഗം വായിച്ചു പോവാം. ഒന്ന് കാസർഗോട്ടെ കേന്ദ്ര സർവകലാശാല. ഇവിടെ BA BSc BCom ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ലഭ്യമാണ്. 2 കോഴിക്കോട്ടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇവിടെ BSc BEd കോഴ്സ് ലഭ്യമാണ്. പിന്നെ 3 തൃശ്ശൂർ പുറനാട്ടുകരയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാലയിലെ ക്യാമ്പസ്. അവിടെ BA സംസ്കൃതം മാത്രമേ ഉള്ളൂ. BA BEd സംസ്കൃതം ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. പിന്നെ 4 എറണാകുളത്ത് പിറവത്തിനടുത്തുള്ള പേപ്പതിയിലെ ചിന്മയ വിശ്വവിദ്യാപീഠം എന്ന കൽപ്പിത സർവകലാശാല. അവിടെ BA BEdും BSc BEdും ലഭ്യമാണ്. BA BEd BSc BEd എന്ന് വെച്ചാൽ 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് BA BEd, പിന്നെ 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് BSc BEd. അപ്പോൾ ഈ 4 കോളേജുകളിലെ ഇപ്പോൾ ഈ കോഴ്സ് ലഭ്യമായിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ പരിമിതി. ഇനി നമ്മൾ നിലവിലുള്ള കാര്യത്തിലേക്ക് പോകാം. കേരളത്തിൽ പരിമിതിയുടെ കാര്യമാണ്. കേരളത്തിൽ 188 BEd കോളേജുകളും 201 DLEd കോളേജുകളും, അതായത് പഴയ TTC കോളേജുകൾ, അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും, നിലവിലുണ്ട്. ഇനി നോക്കൂ, ഇതിലത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും വലിയ പ്രോബ്ലം ഇതിൽ 5% കോളേജുകൾ മാത്രമേ, ഇത് രണ്ടും കൂടെ നോക്കിയാൽ എത്രയായി, 400 താഴെ കോളേജുകൾ കേരളത്തിൽ DLED കോളേജുകൾ, BEd കോളേജുകളുണ്ട്. എന്നാൽ അതിൽ 10 or 20 കോളേജുകൾ മാത്രമേ സർക്കാർ മേഖലയിൽ ഉള്ളൂ. മനസ്സിലായല്ലോ, സർക്കാർ മേഖലയിലുള്ളൂ. ഇനി ബാക്കിയെല്ലാം എയ്ഡഡ്, സ്വകാര്യ, സ്വാശ്രയ മേഖലയിലാണ് ഉള്ളത്. എയ്ഡഡ്, അൺഎയ്ഡഡ്, അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളാണ് ബാക്കി എല്ലാ കോളേജുകളും. അതായത് ഏകദേശം 370ഓളം കോളേജുകൾ ഒന്നുകിൽ എയ്ഡഡ് ആണ്, അല്ലെങ്കിൽ അൺഎയ്ഡഡ് ആണ്, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജുകളാണ്. ഓക്കെ, ഇനി ഈ കോളേജുകളെല്ലാം തന്നെ, ഈ എല്ലാ കോളേജുകളും, ഞാനീ പറഞ്ഞ 158 + 201 കോളേജുകൾ, DLED BEd കോളേജുകളെല്ലാം തന്നെ സ്റ്റാൻഡ് അലോൺ കോളേജുകളാണ്. നോക്കുക, ഇതിന് പറയുന്നത് സ്റ്റാൻഡ് അലോൺ കോളേജുകൾ. ഈ സ്റ്റാൻഡ് അലോൺ കോളേജുകൾ എന്ന് വെച്ചാൽ ആ കോളേജിൽ ആ കോഴ്സ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, വേറൊരു കോഴ്സും പഠിപ്പിക്കുന്നില്ല. എന്നാൽ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നമുക്ക് സ്റ്റാൻഡ് അലോൺ കോളേജ് എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം അവിടെ പലതരത്തിലുള്ള കോഴ്സ്, BA തന്നെയാണെങ്കിൽ 10 BA കോഴ്സുകൾ ഉണ്ടാവും,
10 ഐച്ഛിക വിഷയങ്ങളിൽ BA കോഴ്സ്, BSc-യിലാണെങ്കിലും അങ്ങനെ തന്നെ, BCom-ലാണെങ്കിലും 3-4 ഐച്ഛിക സബ്സിഡറി എടുത്തുകൊണ്ടുള്ള BCom കോഴ്സുകൾ ലഭ്യമാണ്. എന്ന് വെച്ചാൽ അവയൊന്നും സ്റ്റാൻഡ് അലോൺ കോളേജുകളല്ല. പക്ഷേ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നതായാലും സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നതായാലും സ്വാശ്രയ മേഖലയിൽ പ്രവർത്തിക്കുന്നതായാലും എല്ലാ കോളേജുകളും സ്റ്റാൻഡ് അലോൺ കോളേജുകളാണ്. അപ്പോൾ ഈ പുതിയ നിയമം വരുന്നതോടുകൂടി വാട്ട് വിൽ ഹാപ്പൻ? എന്ത് സംഭവിക്കും? അതായത് B.Ed, D.Led കോളേജുകൾ മാത്രം നടത്തുന്നവ ഇനി ഇൻ്റഗ്രേറ്റഡ് B.Ed നടപ്പിലാക്കുമ്പോൾ ഈ കോളേജുകളിൽ ബിരുദ കോഴ്സ് തുടങ്ങേണ്ടി വരും. അതായത് ഇപ്പോഴത്തെ DLED കോഴ്സ് അത് അടുത്ത വർഷത്തോടു കൂടി ഇല്ലാതാവും. ഓക്കെ, പിന്നെയുള്ളത് B.Ed കോളേജുകളാണ്. ഈ B.Ed കോളേജുകളിൽ DLEDക്ക് യാതൊരു സാധ്യതയും ഇനി മുതൽ അങ്ങോട്ടില്ല. പ്രത്യേകിച്ചും ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നുണ്ട്, അതായത് പ്രൈമറി തലത്തിലും അപ്പർ പ്രൈമറി തലത്തിലും പഠിപ്പിക്കാൻ ബിരുദവും B.Edഉം, ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കാൻ ബിരുദാനന്ദ ബിരുദവും B.Edഉം, പിന്നെ ഹയർ സെക്കൻഡറി പഠിപ്പിക്കാൻ ബിരുദാനന്ദ ബിരുദവും സെറ്റും അടിസ്ഥാന യോഗ്യതയാണ്. അപ്പോൾ TTC ഇനി മുതൽ ഒരു യോഗ്യതയേ അല്ല. അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ഈ കോളേജുകളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മറ്റ് സാധാരണ കോഴ്സുകൾ നടപ്പിലാക്കേണ്ടി വരും, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളെ പോലെ. അപ്പോൾ B.Ed കോളേജുകളെ ഇത്തരം കോളേജുകളാക്കി മാറ്റുക വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം B.Ed കോളേജുകൾ പരിമിതമായ സ്ഥലത്ത് മാത്രം, ഒരു 2-3 ഏക്കറിൻ്റെ ഉള്ളിൽ മാത്രം നടത്തി വരുന്ന വെറും സ്വകാര്യ, വളരെ പരിമിതമായ ഭൗതിക പശ്ചാത്തല സൗകര്യമുള്ള കോളേജുകളാണ്. ഈ കോളേജുകളെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളാക്കി കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സൗകര്യം ഈ B.Ed കോളേജുകളിൽ ലഭ്യമാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒട്ടും പ്രായോഗികമായ ഒരു കാര്യമല്ല. അതിന് ഭൗതികവും സാമ്പത്തികവുമായ ഒരുപാട് പരിമിതികളുണ്ട്. എന്നാൽ സർക്കാർ സർവീസിലുള്ള, സർക്കാർ മേഖലയിലുള്ള B.Ed കോളേജുകളെ ആ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഏതെങ്കിലും നല്ല ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളാക്കി ലയിപ്പിച്ചിട്ട് പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സർക്കാരിന് അത് വലിയൊരു പ്രശ്നമല്ല. അതുപോലെ തന്നെ വൻകിട കോർപ്പറേറ്റ് മുതലാളിമാരുടെ സ്ഥാപനങ്ങളുണ്ട്, NSS, SNDP, MES, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ. അതായത് ഒന്നിലധികം 2, 3, 10, 15, 20 കോളേജുകളുള്ള കോർപ്പറേറ്റ് ഗ്രൂപ്പുകൾക്ക് അവരുടെ B.Ed കോളേജുകളെ അവരുടെ തന്നെ ഏതെങ്കിലും കോളേജിൻ്റെ കീഴിലേക്ക് ലയിപ്പിക്കാനും എളുപ്പമാണ്. അപ്പോൾ അതും പ്രശ്നമല്ല. ഓക്കെ, പക്ഷേ ഒറ്റ കോളേജ് മാത്രം, അല്ലെങ്കിൽ 1-2 കോളേജുകൾ മാത്രമുള്ള സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്ക് ഇതിനൊന്നും യാതൊരു വകുപ്പില്ല. പുതിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തുടങ്ങുക എന്ന് വെച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ സ്വാശ്രയ കോളേജുകൾ, ഇപ്പം B.Ed TTC മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വാശ്രയ കോളേജുകൾ പലതും അടച്ചു പൂട്ടേണ്ടതായി വരും. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ വരുമ്പോൾ നിലവിലുള്ള പഠനാവസരം കുറയുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് വളരെ കരുതലോടുകൂടി മാത്രമേ സർക്കാരിന് കൃത്യമായൊരു തീരുമാനം എടുക്കാനാവൂ എന്നൊരു ബുദ്ധിമുട്ടും സർക്കാരിൻ്റെ മേലെയുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഇനി മറ്റ് സംസ്ഥാനങ്ങളിലും ഉന്നത സ്ഥാപനങ്ങളിലും, മറ്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലും, പിന്നെ കേന്ദ്ര സർവകലാശാലകളിലും ഉന്നത സ്ഥാപനങ്ങളിലും ഇതൊക്കെ നടപ്പാക്കിയ ഇൻ്റഗ്രേറ്റഡ് B.Edൽ നിന്ന് കേരളത്തിന് മാത്രം മാറി നിൽക്കാനുമാവില്ല. സമയം, പഠനം കുറച്ച് കോളേജുകളിൽ മാത്രമായി ഒതുങ്ങുന്ന ഒരു തുല്യതാരാഹിത്യം, അവസരങ്ങളുടെ തുല്യതാരാഹിത്യം ഇതുമൂലം ഉണ്ടാകും. അതുണ്ടാകാനും പാടില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം കൂടി പരിഗണിച്ചതിന് ശേഷം മാത്രമേ സർക്കാരിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് നമ്മൾ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ദേശീയ വിദ്യാഭ്യാസ നയം 2030 പൂർണ്ണമായും നിലവിൽ വരും എന്നാണ്
എല്ലാവരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഉദ്ദേശിക്കുന്നത് 2030 ഈ 2020 നയത്തിലെ എല്ലാ ഭാഗങ്ങളും നടപ്പിലാക്കി കഴിയും എന്നാണ്. അപ്പം അങ്ങനെ വന്നാൽ പിന്നെ ഇൻ്റഗ്രേറ്റഡ് BEdകാർക്ക് മാത്രമേ അധ്യാപകരാകാനുള്ള അവസരം ലഭ്യമാവൂ. അറിയാലോ. പിന്നെ നിലവിലെ DLED കോഴ്സ് അഥവാ പഴയ TTC, ഞാൻ നേരത്തെ പറഞ്ഞു അടുത്ത അധ്യയന വർഷം 2025-26 പൂർണ്ണമായും ഇല്ലാതാകും. അതിന് ഞാൻ പറഞ്ഞ കാരണം TTC ഒരു അധ്യാപക യോഗ്യതയായിട്ട് കേരളത്തിൽ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. കേരളത്തിന് പുറത്തോ ഇന്ത്യയിലേക്ക് പുറത്തോ മറ്റ് GCC രാജ്യങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾ അധ്യാപകരാകാൻ ശ്രമിക്കുന്ന മറ്റ് രാജ്യങ്ങൾ, വളരെ നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങളൊക്കെ ഇല്ലേ, അയർലാൻഡ്, ഫിൻലാൻഡ്, സ്വീഡൻ, ജർമ്മനി, പിന്നെ ഫിൻലാൻഡ്, കാനഡ, ഇംഗ്ലണ്ട്, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊന്നും നിങ്ങൾ TTC എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അവർക്കറിയില്ല. സോ TTC ഈസ് നോ മോർ ആൻ എഡ്യൂക്കേഷണൽ ഡിഗ്രി. അപ്പോൾ പുതിയ ഇൻ്റഗ്രേറ്റഡ് BEdലെ ബിരുദധാരികൾ, ഇനി നിങ്ങളുടെ ആശങ്ക, ഇപ്പം 2025-26 ഈ കോഴ്സ് തുടങ്ങുകയാണെങ്കിൽ 4 വർഷത്തെ കോഴ്സ് നമ്മൾ 2029-30 എല്ലാവരും പഠിച്ച് പുറത്തിറങ്ങും. 4 വർഷ ഡിഗ്രിക്കാർ, ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രിക്കാർ പുറത്തിറങ്ങും. അതോടുകൂടി ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് നിലവിലെ BEd കോളേജിലെ 2 വർഷ BEd സിസ്റ്റം മാറുകയും പൂർണ്ണമായും ഇവയെല്ലാം തന്നെ മറ്റു കോളേജുകളിൽ ലയിപ്പിച്ചോ അല്ലെങ്കിൽ അത്തരം കോളേജുകളിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ തുടങ്ങിയോ പുതിയ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ആരംഭിക്കേണ്ടി വരും. അതായത് 2 വർഷം BEd കോഴ്സ് ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ ഈ 2030 വരേക്ക് DLEDകാർക്ക് ജോലി സാധ്യത തേടാം. പക്ഷേ ഇത് പൂർണ്ണമായും നടപ്പിലാവുന്നത് 2029-30 സ്വാഭാവികമായും ഇപ്പോൾ 2024 ആയിട്ടുള്ളൂ, 25 ആവാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇനിയും ഒരു 3-4 വർഷം അവരുടെ മുന്നിലുണ്ട്. നിലവിലെ DLED അഥവാ TTCക്കാർക്ക് ജോലി തേടാനുള്ള അവസരം ഉണ്ടാവും. അതുപോലെ തന്നെ നിലവിലെ 2 വർഷ 3 വർഷ ഡിഗ്രിയും 2 വർഷം BEdും പാസ്സായവർക്ക് ഈ 2030 വരെ ജോലി സാധ്യത തിരയാനുള്ള അവസരം ഉണ്ടാവും. ജോലി കിട്ടുന്നല്ല ഞാൻ പറയുന്നത്, ജോലി സാധ്യതക്കുള്ള അവസരം അവരുടെ മുന്നിൽ ഉണ്ട്. എന്നാൽ 2030 അല്ലെങ്കിൽ പുതിയ പുതിയ 4 വർഷ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രിക്കാർ പുറത്തിറങ്ങുന്നതോടുകൂടി 2029 നിങ്ങളുടെ അവസരം നഷ്ടപ്പെടും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 2030 മുമ്പ് ഇപ്പോൾ +2 DLED മാത്രം ഉള്ളവരാണെങ്കിൽ അവർ 2030 മുമ്പായിട്ട് 4 വർഷ ഡിഗ്രി കോഴ്സിൽ ചേർന്ന് ഇൻ്റഗ്രേറ്റഡ് ബിരുദവും BEdും ഒരുമിച്ച് സമ്പാദിക്കുക. ഇപ്പോൾ +2 DLED മാത്രമുള്ളവർ 4 വർഷ ഡിഗ്രി കോഴ്സിൽ ചേരാനുള്ള കാര്യങ്ങൾ നോക്കുക, എന്നിട്ട് ഡിഗ്രി സമ്പാദിക്കുക, ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി. ഇനി ഇപ്പോൾ 3 വർഷം ബിരുദവും 2 വർഷം BEdും മാത്രമുള്ളവരാണെങ്കിൽ അവർ അടുത്ത 3-4 വർഷത്തിനുള്ളിൽ അതാത് വിഷയത്തിൽ മാസ്റ്റർ ഡിഗ്രിയും നേടുക, അങ്ങനെ ജോലി ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും 2024 പുറത്തിറങ്ങിയ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ മികവിനായുള്ള സ്കൂൾ വിദ്യാഭ്യാസം എന്ന തലക്കെട്ടിലുള്ള രണ്ടാമത്തെ റിപ്പോർട്ടിൽ, ഒന്നാമത്തെ റിപ്പോർട്ട് തീർത്തും ഘടനാപരമാണ്, രണ്ടാമത്തെ റിപ്പോർട്ട് അക്കാദമികമാണ്. ആ ഭാഗത്ത് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നുണ്ട് പ്രൈമറി, അപ്പർ പ്രൈമറി തലത്തിൽ ബിരുദവും BEdും, സെക്കൻഡറി തലത്തിൽ ബിരുദാനന്തര ബിരുദവും BEdും ആണ് അധ്യാപകരാകാനുള്ള അടിസ്ഥാന യോഗ്യതയായിട്ട് ഖാദർ കമ്മിറ്റി നിർദ്ദേശിച്ചത്. ഖാദർ കമ്മിറ്റി നിർദ്ദേശിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഖാദർ കമ്മിറ്റി ഒരു കാര്യവും നിർദ്ദേശിച്ചിട്ടില്ല, സർക്കാരിൻ്റെ മുന്നിൽ പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പരിഗണനാ വിഷയമായി അവതരിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഖാദർ കമ്മിറ്റി നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഒരു തെറ്റായ വാക്കായിരിക്കും. ഖാദർ കമ്മിറ്റി മുന്നോട്ട് വെച്ച പരിഗണനാ വിഷയത്തിൽ പറയുന്നത്
എന്ത് പ്രൈമറി അപ്പർ പ്രൈമറി തലത്തിൽ പഠിപ്പിക്കാൻ ഡിഗ്രിയും BEdും വേണം. പിന്നെ സെക്കൻഡറി ക്ലാസ്സിൽ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ ബിരുദാനന്തര ബിരുദവും BEdും വേണം. അതുപോലെ തന്നെ +2 പഠിപ്പിക്കാൻ, +2 അദ്ദേഹം പരിഗണിച്ചിട്ടില്ല, +2 പഠിപ്പിക്കാൻ സാധാരണ പോലെ ബിരുദാനന്തര ബിരുദവും സെറ്റും വേണം എന്നാണ് ഖാദർ കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ച ഏകദേശം അതേ മാതൃകയിലാണ് നമ്മുടെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടും ഈ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. സോ എനിക്കതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, എത്രയും വേഗം 4 വർഷ ഇൻ്റഗ്രേറ്റഡ് BEd ഡിഗ്രി സമ്പാദിക്കുക. അങ്ങനെ അടുത്ത LP UP പരീക്ഷ എഴുതാനും HSI പരീക്ഷ എഴുതാനുമുള്ള നിങ്ങളുടെ യോഗ്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ HSIക്കുള്ള നമ്മുടെ പരിശീലനം ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അതായത് എഡ്യൂക്കേഷൻ സൈക്കോളജി പോലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഞാനായിരിക്കും. മറ്റു വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അതാത് വിഷയത്തിൽ പ്രഗത്ഭരായ അധ്യാപകർ എയിംസിൽ പാലക്കാട് ലഭ്യമാണ്. ഇതുപോലെ തന്നെ ഇതിനെല്ലാം അടിസ്ഥാന യോഗ്യതയായിട്ട് വേണ്ടത് നമുക്കറിയാം കേറ്ററ്റാണ്. ആ കേറ്ററ്റിൻ്റെ കോഴ്സുകളും ആരംഭിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എയിംസുമായി ബന്ധപ്പെടേണ്ട നമ്പർ നിങ്ങളുടെ മുന്നിലുണ്ട്, 9446537080. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പുതിയ 4 വർഷ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സിനെ കുറിച്ച്, അതിൻ്റെ ഘടനയെക്കുറിച്ച്, അതിൻ്റെ പരിമിതികളെക്കുറിച്ച്, അതിൻ്റെ വെല്ലുവിളികളെക്കുറിച്ച്, നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആശങ്കകളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തൽക്കാലം വിടാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ഗുഡ് ബൈ.